എല്ലാം കൊണ്ടും പേടിച്ചു പോയി. ഞാൻ ഇന്നലെ രാത്രി പാതിരാത്രി മൂത്രമൊഴിക്കാൻ ഇട്ടതാ. പേടിച്ചു പോയി. എന്താ? തണുത്ത കാറ്റ്, ഒരു മഞ്ഞ്, ഒരു കുളിര് പോയിപ്പോയി. സത്യം ഒരു 2-2:30 മണിയായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ്? പൊന്നോ, എന്താണ്? അപ്പൊ ഇന്നലെ രാത്രി നിങ്ങൾ ഈ ഫ്രിഡ്ജിനകത്താണല്ലേ മൂത്രം ഒഴിച്ചത്? ചുമ്മാതല്ലേ നിങ്ങൾക്ക് തണുത്ത കാറ്റും മഞ്ഞും കുളിരും ഒക്കെ? അല്ല, ഞാൻ പുറത്തുപോയാണ് ഒഴിച്ചത്. പിന്നെ ഇവിടെ എങ്ങനെ മൂത്രം നാറണത്? ഇവിടെ എങ്ങനെ പിള്ളേരറിഞ്ഞു? പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഇത്ര പ്രായമായില്ലേ? 2 വലിയ കാട്ട പിള്ളേരുടെ തന്തയായില്ലേ? നിങ്ങൾക്ക് ഈ കിടന്നുമുള്ളലൊന്നും നിർത്താൻ പാടില്ലേ? ഇതൊരു അസുഖോടി, നമ്മൾ അറിഞ്ഞും കൊണ്ട് ചെയ്യണല്ല. അസുഖമാണെങ്കിലേ വല്ല ആശുപത്രിയിലും പോയി വല്ല മരുന്നും മേടിച്ചു കഴിക്കും. ഇത് ഞാൻ പറഞ്ഞ കേക്ക്. ഇത് ഈ ഭീകര സ്വപ്നം കാണുമ്പോ പേടിച്ച് മൂത്രമൊഴിച്ചു പോണേണ്. നിങ്ങൾ ഇങ്ങനെ ഈ ഉറക്കത്തിൽ ഈ മുള്ളാനും മാത്രമുള്ള ഭീകര സ്വപ്നം എന്തുകൊണ്ട് കാണുന്നത്? കാണണ്ടെന്ന് വിചാരിക്കും, പക്ഷെ മനസ്സിലേക്ക് വന്ന എനിക്ക് മായ്ച്ചു കളയാൻ പറ്റുമോ? അതെന്ത് സ്വപ്നമാണെന്നേ? നമ്മുടെ കല്യാണം. അത് കണ്ടാ പിന്നെ പേടിക്കാതിരിക്കുവോ? അയ്യോ, അപ്പൊ എന്നെ കെട്ടിയതാ കുഴപ്പം. അല്ലേലും എനിക്കറിയാം, നിങ്ങൾ ഈ കണ്ട നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളുടെയും പുറകെ വാലാട്ടിക്കൊണ്ട് നടന്നതാണ്. ആര്? ഞാനാ? എന്റെ പുറകെ അവര് നടന്നത്? അയ്യോ, ഈ നാട്ടിലെ എന്നെ കെട്ടിക്കേറി കൊണ്ടുവന്നപ്പോഴത്തേക്ക് എല്ലാരും പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിട്ട് പെണ്ണുങ്ങളുടെ പുറകെ നടന്ന കാര്യമൊക്കെ. എടി, വണ്ടി പോകുമ്പോ വണ്ടിയുടെ പുറകെ പട്ടി കുറച്ചു വരും. അത് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയല്ല. എങ്ങനെ പെണ്ണുങ്ങൾ സ്വീകരിക്കും? ഈ കടന്നുമുള്ളാണ് ചരിത്രമൊക്കെ നാട്ടുകാർക്ക് അറിയാൻ പറ്റും. ഒന്ന് വിട്ട് കളയും. ഞാൻ അറിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ സംഭവിച്ചു എങ്ങനെയോ പോയി, ആരോ ഒന്നോ. ഇനി അത് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് എന്നെ ഉറക്കത്തിൽ കിടന്ന് മൂത്രമൊഴിക്കണമെന്ന് പറയിപ്പിക്കണം. ഇങ്ങനെ കിടന്നുമുള്ളണ ഒരുത്തനല്ലേ എന്റെ തലേ വന്ന് കയറി. ദേ, മര്യാദക്ക് ഇവിടെ കഴുകി തുടച്ചിട്ടോ, ഇല്ലെങ്കിൽ ഈ അടുക്കള ഞാൻ കയറൂല. കിടന്നുമുള്ള നടക്കണം. പതുക്കെ പറടി, അയൽവക്കക്കാർ അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട്. അറിയട്ടെ, എല്ലാരും അറിയട്ടെ നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം. പോട്ടടി വിട്ടുകളാ. എന്റെ പുറകെ എഴുതാനുള്ളത് ആ ഗ്യാസുകാരന്റെ പുറകെ അങ്ങനെ പോകും. ഗ്യാസ് തീരാറായിരിക്കണം. ഒട്ടുമില്ലേ? ഇപ്പൊ കത്തനുണ്ട്, ഇപ്പൊ തീരും ഉടനെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് 1.5 കിലോ ഉരുളക്കിഴങ്ങ് മേടിച്ചോണ്ടിരാ. കുക്കറിനകത്ത് ഇട്ടിട്ട് അങ്ങോട്ട് അടിക്കും. എന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് തിരിഞ്ഞു. അപ്പൊ ഗ്യാസിന്റെ പ്രശ്നം തീരും. ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാണ്? വേണ്ട, ഇത് കിട്ടണ്ടേ? ചാമോണ് വില കൂടുന്നതല്ലാതെ നിലത്ത് നിൽക്കാൻ പറ്റില്ല. അതെങ്ങനെ? വീട്ടിലെ ഒരു കാര്യം ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ അറിയാൻ പാടില്ല. ഇങ്ങനെ കിടന്നും പെടുത്തും നടന്നാ മതിയല്ലോ. അയാളെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്റെ അപ്പൻ എന്ന് പറഞ്ഞൊരു സാധനം അടിച്ച് നല്ല വെളിവില്ലാണ്ട് കള്ളി ഷാപ്പിൽ കിടന്ന് മൂത്രമൊഴിച്ച് കിടന്നപ്പോ ആ സാധനത്തിന് അവിടെ നിന്ന് ചോന്ന് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ തന്നു. അതിന്റെ നന്ദി സൂചകമായി പ്രത്യുപകാരമായി നിന്നെ എന്നെ പെടലിക്ക് വെച്ച് തന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്നെ എന്ത് വേണേലും പറഞ്ഞോ. പിന്നെ ഞാൻ ആലപ്പുഴയോട് എന്റെ അച്ഛനും വേണ്ട, ജീവിച്ചിരിപ്പണ്ട. ഇതാ തടകേണ്ടത് എവിടെയാണ്? ഇവിടെ തടയാണ് ഇവിടെ. ഇന്നലെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോ ഈ കൈ ഇതിങ്ങടായി. കുറെ കൊണ്ട് ഞാൻ തടയി കൊടുക്കണം. എനിക്ക് പിന്നെ തടകാൻ അറിയാലടാ. ഇരിക്കടാ. എന്താ പിന്നെ പതിവില്ലാതെ? അല്ല, ഇവിടെ എന്തോ ഒരു ഒച്ചമ്പളൊക്കെ കേട്ടായിരുന്നല്ലോ. അത് നാടക റിഹേഴ്സൽ പുതിയത് റെസിഡൻസി കളിക്കാൻ ഞങ്ങൾ അടുക്കളയെന്ന് തുടങ്ങിയതാ. നാടക റിഹേഴ്സൽ അല്ലായിരുന്നല്ലോ? പിന്നെ ഭയങ്കര ചീത്ത വിളിയും തെറിവിളിയൊക്കെ ആയിരുന്നു. അതിപ്പോഴല്ലേ? അത് ഇവളുടെ കൈ കുളുങ്ങിട്ട് ഞാൻ തടയി കൊടുക്കണായിരുന്നു. ഇനിയിപ്പൊ കണ്ടന്റിന് എന്ത് ചെയ്യുന്ന ആലോചിക്കണത്. വല്ലോന്റെ അടുക്കളയിലാണല്ലോ അതിന്റെ കണ്ടന്റ് ഇരിക്കുന്നത്. എന്റെ പൊന്നോ, ഈ അടുക്കളയും ബെഡ്റൂം പിന്നെ ബാത്റൂം കക്കൂസ് ഇതൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. അതൊക്കെ കാണാനാണ് ആൾക്കാരുള്ളൂ. അല്ലാണ്ട് നല്ലതൊന്നും ചെയ്തിട്ടൊന്നും ആരും കാണുന്നില്ല. ഞാൻ ആലോചിക്കണതേ പെരുമ്പാവൂരൊക്കെ പോയാലോ ആലോചിക്കണേ. അവിടെയല്ല ഓപ്പറേഷൻ തൂഫാൻ. ഇന്ത്യക്കാരെ മുഴുവൻ പിടിക്കലല്ലേ മയക്കുമരുന്ന്. പബ്ലിക്കായിട്ടല്ലേ അവര് കച്ചവടം ചെയ്യണത്. എടാ, അവര് ഇവിടെ നിന്ന് പണിയെടുത്താലും അവർക്ക് കാശ് കിട്ടും. അവരെ പിടിച്ച് ജയിലിട്ടാ അവിടെ അവര് പണിയെടുക്കും. അവിടെ നിന്നും കാശ് കിട്ടും. അവർക്ക് കാശ് കിട്ടിയാ പോരെ. നീ അവിടെ ചെന്ന് പെടരുതട്ടാ, നിന്നെ പൊക്കിയെടുത്ത് ജയിലിലിടും. ചുമ്മാതല്ല, ചിലപ്പോ ഇവന്മാര് മനഃപൂർവ്വം പിടികൊടുക്കണായിരിക്കും. ജയിലില്ല നല്ല അടിപൊളി ഫുഡും കഴിക്കാം, ഇറങ്ങുമ്പോ ലക്ഷങ്ങള് സാലറി മേടിക്കാല്ല. ബോധം വേണ്ട. ഇങ്ങനെ കറങ്ങി നടക്കണ നേരത്തിന് അതിനകത്തേക്ക് പോയാൽ മതിയായിരുന്നു. വല്ലപ്പോഴും പുറത്തിറങ്ങുകയും ചെയ്യാം. ആൾക്കാരുടെ ഇടയിൽ ഒരു വിലയുണ്ടാവും. പിന്നെ എനിക്ക് പണിയെടുക്കാനൊന്നും കഴിയുന്നില്ല. ഈ പണിയെടുക്കരുത്. നീ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി വിറ്റ് തിന്ന് ജീവിച്ചോളണം. കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അതൊരു സുഖം വേറാണ്. നിങ്ങൾ എന്താ തല്ലുപിടുത്തൊക്കെ നിർത്തിയാ? ഞങ്ങളെന്ത് തല്ലുപിടുത്തം? ഞങ്ങളുടെ തല്ലുപിടുത്തം പറഞ്ഞ ഒരു 5 മിനിറ്റ്, പിന്നെ 1 മണിക്കൂർ അഴക്ക്, പിന്നെ ഒരു 5 മിനിറ്റ്, അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ സ്വരമായിട്ട് ജീവിച്ചോളണം, സന്തോഷത്തോട് ജീവിച്ചു പോകണം. ഈ ഭാര്യയും ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറും കറിയും പോലെയാണ്. ചോറുണ്ടെങ്കിലേ കറിയുള്ളൂ, കറി ഉണ്ടെങ്കിലേ ചോറുള്ളൂ. അത് ശരി, അത് കറക്റ്റാ. അപ്പൊ ഈ വീട്ടിൽ ഇപ്പൊ ഞാൻ ചോറാണോ കറിയാണോ? സംശയം എന്താ? ചോറ്, ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ നല്ല അസല് കഞ്ഞി. ചിരിക്കണെന്താ? അല്ല, ചോറ് ഒരു തരമേ ഉള്ളു. പക്ഷെ ചോറിന് ഡെയിലി ഓരോരോ കറി കിട്ടുമല്ലോ എന്ന് ഓർത്ത് ഇരിച്ചതാ. അത് നല്ല ചോറിന്. ചേട്ടൻ പഴഞ്ചോറല്ലേ, അതിന് ഈ കാന്താരി തന്നെ സൂപ്പർ.
ദൈവത്തിനോട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചതാണ് എനിക്കൊരു നല്ലതിനെ തരണേന്ന്. എന്നിട്ട് കിട്ടിയില്ലേ? എന്നെ കിട്ടിയില്ലേ? എന്റെ വായ തുന്നി കെട്ടിയില്ലേ? ചേട്ടാ ഇതെവിടെ ഒപ്പിച്ച എങ്ങനെ? പൊന്നു മോനെ, ഞാൻ പെണ്ണ് തന്നെ നടക്കണ പ്രായം. എനിക്കാണെങ്കിൽ പെണ്ണ് കിട്ടണമില്ല. എല്ലാ ആലോചനയും മുടങ്ങിപ്പോണേ. സാർ എനിക്കൊരു ജീവിതം വേണ്ടേ? വയസ്സ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? പിന്നെ അവസാനം ഞാൻ തലക്കുഴിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അവിടെ ചെന്ന് ശയനപ്രദർശനം അങ്ങോട്ട് നടത്തി. എന്നിട്ട് അവിടെ കമന്ന് അങ്ങോട്ട് വീണു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു വിവാഹം കഴിക്കണം, എന്റെ ജീവിതത്തിലേക്ക് നല്ലൊരു ഭാര്യ കടന്നു വരണം, അവൾ സുന്ദരി സുശീലിയും സുമുഖിയും ആയില്ലെങ്കിലും സ്വഭാവം കൊണ്ട് നല്ലവളായിരിക്കണം എന്നും പറഞ്ഞ് ഞാൻ എന്റെ കയ്യിലിരുന്ന ഒരു ഒറ്റ രൂപ നാണയം എടുത്ത് ഇങ്ങനെ തലക്കുഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ സമർപ്പിച്ചു. അതെ. പിറ്റേ കൊല്ലം രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ 1 മണിക്ക് എന്നെ വിളിച്ചുണർത്തണേ ദൈവം. ഞാൻ പറഞ്ഞു സ്വപ്നത്തില് ഞാൻ ഞെട്ടി ഉണർന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ നല്ലതിനല്ലേ ചോദിച്ചത്, നീ എനിക്ക് ഇതിനെയാണല്ലോ തന്നത്. അപ്പൊ എന്റെ മുഖത്തോക്കി പറയുക, ദൈവം എന്ത് പറഞ്ഞു? നീ എനിക്ക് തലക്കുഴിഞ്ഞിട്ടത് എത്രയാണ്? 1 രൂപയല്ലേ? കൈ കാശുണ്ടായിട്ടും ആ 1 രൂപ കോയിനല്ലേടാ നീ എനിക്ക് കുഴിഞ്ഞിട്ടത്. ആ 1 രൂപക്ക് ഇതിനെയൊക്കെ കിട്ടുള്ളടാ. ഹലോ, ഇവിടെയുള്ള ആളാണ്? അല്ലെങ്കിൽ അല്ല, ആണെങ്കിൽ ഒരു ഞണ്ടുരാജൻ അറിയോ? എന്താണ് ആരാടാ നീ വിളിച്ചത്? ഞണ്ടുരാജൻ ആരാടാ നീ? എന്റെ ആശാനം ഞണ്ടുരാജൻ എന്ന് വിളിക്കാൻ ആരാടാ നീ? അയ്യോ, ആശാനാണ് ഞണ്ടുരാജൻ. എനിക്ക് ഞണ്ടുരാജനൊന്ന് കാണാൻ പറ്റുമോ? എന്റെ ആശാനാണ് രാജൻ ചേട്ടൻ, ഗുണ്ടരാജൻ. എന്താ കാര്യം? അതെന്താണെന്ന് വെച്ചാലേ, എനിക്ക് ഒരുത്തിനൊരു 50,000 രൂപ തരാണ്ടായിട്ട് കുറച്ച് നാളായി. ഇപ്പൊ ഞാൻ ചെന്ന് ചോദിക്കുമ്പോഴേ നിനക്ക് പറ്റുമെങ്കിൽ മേടിച്ചോളാന്നാണ് പറഞ്ഞത്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരാണ് പറഞ്ഞത് ഇവിടെ ഒരു ഞണ്ടുരാജൻ എന്ന് പറഞ്ഞ, അല്ല ആശാനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഈ പഴുത്ത പുഷ്പം പോലെ മേടിച്ചിരുന്നു പറഞ്ഞു. അപ്പൊ എന്നാ എങ്ങനെയെങ്കിലും ഒന്ന്. ആശാൻ വിചാരിച്ച നിസ്സാര സമയം കൊണ്ട് പൈസ മേടിച്ചെടുക്കാം. എരിയനുണ്ടാ? എരിയനുണ്ടാന്ന്? എന്താണ്? അല്ല, എരിയനുണ്ടാന്ന് അതിന്റെ ഒരു സ്റ്റൈലാണത്. ആണോ? അപ്പൊ ആശാന് വേറെ സ്റ്റൈൽ ഉണ്ടാവുമല്ലേ? ആശാൻ വിചാരിച്ചാൽ നിന്റെ കാര്യം ഓക്കെ. അല്ല, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് ശരിയാക്കി തന്നെ. നീ ധാരാവി കേട്ടിട്ടുണ്ട? ധാരാളം. നീ കേട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്ത് ചെയ്യും? വേറെ മട്ടാഞ്ചേരി കേട്ടണ നീ? അവിടെയല്ലേ ഞാൻ താമസിക്കണ, അവിടെയുള്ളവരുത്തിനല്ലേ എനിക്ക് കാശ് തരാനുള്ളത്. അപ്പൊ പിന്നെ പേടിക്കണ്ട, ആശാൻ മേടിച്ചു തരും. ആശാൻ അവിടെ ഒരു വല വിരിച്ചു കഴിഞ്ഞാ പൈസ വെറുതെ പുഷ്പം പോലെ വരും. എങ്ങനെയെങ്കിലും ഒന്ന് ആശാനൊന്ന് കാണാനുള്ള ഏർപ്പാടാക്കി തരൂ. ഇതാണ് ആശാന്റെ താവളം. ആശാനെ, ആശാനെ ഞാൻ പറഞ്ഞതല്ലേ വീട് വലിക്കുമ്പോ ഇരുത്തി വലിക്കല്ലേ എന്ന്. ഊതി വിട്ടാ പോരായിരുന്ന? ഞാൻ എന്തെല്ലാം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നാന്നറിയോ? എല്ലാം നശിപ്പിച്ചില്ലേ ഒറ്റ വീടില്. ചെറിയൊരു കൊട്ടേഷനാ, ഇച്ചിരി ചില്ലറ കിട്ടുന്ന കേസാണ്. നോട്ടില്ലേ? അഞ്ഞു പിടിച്ചാ കിട്ടും. ആശാനൊന്ന് മനസ്സ് വെച്ചാ മതി. എന്നാലോ ആളാരടാ? നല്ല ചുമയുള്ള മെയ്വഴക്കൊക്കെ ഉണ്ടോ? മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ഡിസംബർ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. തണുപ്പാണല്ലോ, വാദത്തിന്റെ അസുഖമുണ്ട്. എന്താ കേസ്? എന്താണ്? പക്ഷെ എനിക്ക് ഒരു 50,000 രൂപ ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞു നീ പറ്റുമെങ്കിൽ മേടിച്ചോടാന്ന്. എവിടെ എന്റെ വീടിനടുത്തുള്ളവനാണ്. എന്റെ കൂട്ടുകാരനാ പറഞ്ഞ ആശാൻ പറഞ്ഞത് പുഷ്പം പോലെ മേടിച്ചു തരുന്നു. ആശാൻ എങ്ങനെയെങ്കിലും എനിക്ക് ആ പൈസ ഒന്ന് മേടിച്ചു തന്നെ. ആ ചെറിയ പടിവാളായിട്ടൊന്ന് വീശി 2 പട്ടികളെ അങ്ങ് എടുത്തുണ്ടോ കടന്നങ്ങോട്ട് കടിപ്പിച്ചത്. അയ്യോ, ഒന്നും വേണ്ട, ഒന്ന് പേടിപ്പിച്ചാൽ മതിയാണ്. കയ്യോ കാലോ തലയോ എന്താ ബെറ്റർ വെച്ചാൽ പറയും. പേടിപ്പിച്ചാ പേടിക്കുന്നവനാണ് അവൻ. അവന് പേടിച്ചോളവൻ. അപ്പൊ പിന്നെ നിനക്ക് പഠിപ്പിച്ചൂടെ? അയ്യോ, എനിക്ക് പേടിയാണ്. ഞാൻ പഠിപ്പിക്കണം. ആശാൻ എങ്ങനെ ഒന്ന് പേടിപ്പിച്ച് മേടിച്ചാൽ നീ പഠിപ്പിക്കൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇവിടെ 2 പട്ടിനെ കൊണ്ടേക്കും. ചെറിയ പടിവാള് 2 പിള്ളേരെ വിളിച്ചു. എത്രയാണ്? അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? ഈ 50,000 രൂപ വാങ്ങിച്ചത് ഞങ്ങൾക്ക് എന്ത് വരും? അത് എന്തെങ്കിലും എന്തെങ്കിലും അല്ല,
എന്താ കാശ് വേണ? ആശാൻ ഇടപെട്ട ആശാന് 50-50. 50-50 ആ 50,000 രൂപയ്ക്ക് 25 ആശാന് 25 തനിക്കും തരും. എസ്റ്റോറിന് ഇപ്പൊ പറഞ്ഞു. ആ എന്നാ ഞാൻ തന്നേക്കാം ശനി, എനിക്ക് അതെങ്കിലും കിട്ടുമല്ലോ അവൻ്റെ കയ്യിൽ നിന്ന്. പേരോട് ചോദിക്കും. ആ ഞാൻ വീട് കാണിച്ചു തരാം അവൻ്റെ. എല്ലാം പ്ലാൻ ചെയ്തിട്ട് സ്കെച്ച് ഇട്ടിട്ട് പോവാം. ഓക്കെ. കേട്ടോ? എന്റെ പൊന്നു ചേട്ടന്മാരെ, ഈ നിവൃത്തികേട് കൊണ്ട് ഞങ്ങൾ ഒരു 25,000 രൂപ പലിശക്ക് മേടിച്ചു എന്നുള്ളത് സത്യമാണ്. അതിന് ഇത്ര നാളത്തെ പലിശയായിട്ട് 25,000 രൂപ കൂടെ കൊടുക്കണമെന്ന് പറയണം. 50,000 രൂപയൊന്നും ഞങ്ങൾക്ക് കണി കാണാൻ പോലും ഇല്ല. ഈ മുതൽ എങ്ങനെയെങ്കിലും 10-25,000 രൂപ കൊടുക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഈ പലിശ 25,000 രൂപ അത് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ശംഭോ, ആശാനെ, ആശാൻ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്ത അത് മേടിച്ചിട്ടേ ആശാനോട് പോകുള്ളൂ. എന്നാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ രണ്ടാമത് വരുന്ന പരിപാടി ഇല്ല, ഒറ്റ വരവേ എനിക്കുള്ളൂ. വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. ആശാനെ, നമുക്ക് അത്യാവശ്യം ഒരു 3-4 വാളുണ്ടാക്കും. 4 5 6 വാളുണ്ടാക്കിക്കോ. 2 കുന്തമനെ, അതുപോലെ തന്നെ കടാരിയും, അതുപോലെ തന്നെ ടൈം ബോംബും, ഒരു 3-4 അച്ഛനെ നമസ്കാരം. ആ അച്ഛൻ അവനെ പേടിപ്പിച്ചപ്പോ കാശ് കിട്ടിയെന്ന് പറഞ്ഞു. പേടിപ്പിക്കാൻ നിന്നില്ല, നമ്മളങ്ങോട്ട് ചെന്നങ്ങോട്ട് നിന്ന് കടലിക്ക് അങ്ങോട്ട് കത്തി വെച്ചപ്പോ തന്നെ അവൻ കാശും കൊണ്ട് പുറത്തു. നിങ്ങൾക്ക് എത്ര കിട്ടാനുള്ളത്? എനിക്ക് 50,000. 50,000. ഈ ഡീല് നടന്നത് നമുക്ക് എത്ര തരാനുള്ളത്? നമ്മളന്ന് 25,000 പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് ചെന്ന് നിന്നപ്പോ തന്നെ അവനൊരു 25,000 നമ്മുടെ കയ്യിലേക്ക് വന്നു. ആണല്ലേ? നമുക്ക് കിട്ടാനുള്ളത് കിട്ടി. നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ പോയി മേടിച്ചോ. വേടാ ഷാപ്പിൽ പോവാ, വളമൊക്കെ ഉണ്ടേ.